വണ്ടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ. ഞാൻ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരാം. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് കിടക്കുന്നത് കണ്ടോ. പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ തട്ടലോ മുട്ടലോ അങ്ങനെ ഒന്നുമില്ല. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. ഒരുപാട് ആൾക്കാരും ഇതുപോലുള്ള വണ്ടികൾ എടുത്തിട്ട് അത് വീണ്ടും സെയിൽ ചെയ്യാനുള്ളൊരു കാര്യം. ഒരു BMW 5 സീരീസ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. Good evening guys, it's me Rohith and welcome back to another video guys. അപ്പോൾ guys ഇന്ന് എൻ്റെ ഉള്ള ഏറ്റവും കൂടുതൽ എനിക്ക് ഇഷ്ടപ്പെട്ടുള്ളൊരു ബ്രാൻഡിൻ്റെ അതിൻ്റെ തന്നെ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ട ഒരു സീരീസിലൊരു വണ്ടിയാണ്. ഇതെന്ന് പറഞ്ഞാൽ നമ്മുടെ 2011 മോഡൽ BMW 520D ആണ്. ഡി എന്ന് പറയുമ്പോഴത്തേക്കാണ് നിങ്ങൾക്ക് എല്ലാവർക്കും മനസ്സിലാവും വണ്ടി ഡീസൽ വണ്ടിയാണ്. ഈ ഒരു വണ്ടി ആക്ച്വലി ഇപ്പോൾ സെയിലിന് ഇട്ടേക്കുവാണ്. അതുകൊണ്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യാൻ കാര്യം. ഞാൻ ഈ വണ്ടിയുടെ വീഡിയോ ചെയ്യാൻ എന്താ കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ എനിക്ക് ഈ BMW 5 സീരീസിനകത്ത് തന്നെ നമ്മുടെ M5 കോമ്പറ്റീഷൻ ഉണ്ടല്ലോ. എനിക്ക് ഭയങ്കര പേഴ്സണലി എനിക്ക് ഈ ഒരു BMW ബ്രാൻഡിൽ തന്നെ ഏറ്റവും കൂടുതൽ ഇഷ്ടപ്പെട്ടൊരു വണ്ടിയാണ് ഈ M5 കോമ്പറ്റീഷൻ. വണ്ടിയെക്കുറിച്ച് ഇഷ്ടമുള്ള എല്ലാ ആൾക്കാർക്കും ഒരുവിധപ്പെട്ടവർക്ക് ഇഷ്ടമുള്ള ഒരു വണ്ടി തന്നെ ആയിരിക്കും. സോ അതിൻ്റെ ആ ഒരു ഫാമിലിയിൽ പെട്ട ഒരു 5 സീരീസിൽ ഒരു 520D ആണിത്. ആക്ച്വലി ഈ ഒരു വണ്ടി ഓൾമോസ്റ്റ് 1,00,000 കിലോമീറ്റർ ഇപ്പം ഓടിയിട്ടുണ്ട്. എന്നാൽ പോലും ഈ ഒരു വണ്ടിയുടെ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ നമ്മുടെ ഇരിപ്പുണ്ട്. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് ഷോറൂമിൽ നിന്നാണ് കംപ്ലീറ്റ്ലി സർവീസും കാര്യങ്ങളൊക്കെ ചെയ്തേക്കുന്നത്. പിന്നെ വണ്ടി നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം വണ്ടി അത്യാവശ്യം നല്ലൊരു നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിൽ തന്നെയാണ് കിടക്കുന്നത്. വണ്ടിയുടെ ഓണർഷിപ്പ് എന്ന് പറയുമ്പോഴത്തേക്ക് സെക്കൻഡ് ഓണറിലാണ് കിടക്കുന്നത്. ഈ വീഡിയോ ചെയ്യാനുള്ള രണ്ടാമത്തെ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഒരു ലക്ഷറി ബ്രാൻഡ് അല്ലെങ്കിൽ ഒരു ലക്ഷറി വണ്ടിയിലേക്ക് കയറാൻ താല്പര്യമുള്ള ആൾക്കാർക്കൊക്കെ പോയി ഈ ഒരു വണ്ടി തന്നെ പുതിയത് നിങ്ങൾ പ്രൈസ് എടുത്താൽ ഓൾമോസ്റ്റ് ഒരു എന്തായാലും 80+ lakhs എന്തായാലും നിങ്ങൾക്ക് ഈ ഒരു വണ്ടിക്കകത്താവും. പക്ഷേ ഈ ഒരു വണ്ടിക്കകത്ത് ഇപ്പോൾ കറണ്ട്ലി നോർമലി ഒരാൾക്ക് അഫോർഡ് ചെയ്യാൻ പറ്റിയ ഒരു പ്രൈസിലാണ് ഈ ഒരു വണ്ടി സെയിലിട്ടേക്കുന്നത്. ഈ വണ്ടിയുടെ കറണ്ട് പ്രൈസ് എന്ന് പറഞ്ഞാൽ ഒരു 13.5 ലക്ഷം ആ റേഞ്ചിലൊക്കെ വരും. പ്രോപ്പർ പ്രൈസ് അല്ല, ജസ്റ്റ് എന്നാലും ഇതിൻ്റെ പ്രോപ്പർ പ്രൈസും ഇത് പർച്ചേസ് ചെയ്യാൻ ആഗ്രഹമുള്ളത് താഴെ ഒരു നമ്പറും കാര്യങ്ങളൊക്കെ ഞാൻ കൊടുക്കും. സോ അതിനകത്ത് വിളിച്ച് കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അങ്ങനെ കിട്ടും. അപ്പോൾ ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ 5 സീരീസ് ഉണ്ടല്ലോ, നമ്മുടെ 5 സീരീസിൽ തന്നെ ഏറ്റവും കൂടുതൽ മൈലേജും കാര്യങ്ങളൊക്കെ നോക്കുന്ന ആൾക്കാർക്ക് പറ്റിയൊരു വണ്ടിയാണ്. ലൈക്ക് ഇതൊരു പ്രോപ്പർ ഫാമിലി കാറാണെന്ന് വേണം നമുക്ക് പറയാൻ പറ്റുന്നത്. ഈ ഒരു വണ്ടിയുടെ ടയറും കാര്യങ്ങളും നിങ്ങൾ നോക്കി, ടയറെല്ലാം അത്യാവശ്യം ടയേഴ്സും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ പ്രോപ്പർ സർവീസ് ഹിസ്റ്ററിയാണ് ഞാൻ പറഞ്ഞു. വണ്ടിക്കകത്ത് ഫ്ലഡ് ഹിസ്റ്ററിയോ അതുപോലെ തന്നെ ആക്സിഡൻറ്റ് ഹിസ്റ്ററിയോ കാര്യങ്ങളൊന്നുമില്ല. പ്രോപ്പർ KL രജിസ്റ്റേർഡ് വണ്ടിയാണ് ഈ ഒരു വണ്ടി എന്ന് പറഞ്ഞാൽ, അല്ലാതെ റീ രജിസ്റ്റർ ചെയ്തേക്കുന്ന വണ്ടിയും കാര്യങ്ങളൊന്നും അല്ല. പിന്നെ എന്താ പറയണ്ട, ഒരു ലക്ഷറീസ് വണ്ടിയിലേക്ക് കയറാൻ പ്ലാൻ ഉള്ള എല്ലാ ആൾക്കാരും നോക്കി വെച്ചോ. ഈ ഒരു വണ്ടി ഒരെണ്ണം മാത്രമാണ് നമ്മുടെ കാർട്ടേറ്റിലാണ് ഇത് കിടക്കുന്നത്. ഈ വണ്ടി ആക്ച്വലി ഒരെണ്ണം മാത്രമേ ഉള്ളൂ. ജസ്റ്റ് ഇന്റീരിയറും കാര്യങ്ങളൊക്കെ ഞാൻ കാണിച്ചു തരാം. നമ്മുടെ 2011 മോഡലിൽ ആയിട്ട് പോലും ഈ ഒരു വണ്ടിക്കകത്ത് നമ്മുടെ സൺറൂഫ് വരുന്നുണ്ട്. അതുപോലെ തന്നെ അതാണ്ട് എല്ലാ കൺട്രോൾസും വരുന്നുണ്ട്. നമ്മുടെ മെമ്മറി ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ ഉണ്ടല്ലോ, ആ ഫംഗ്ഷൻസും കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. നമ്മുടെ സീറ്റൊക്കെ നോക്കി, ഈ സീറ്റ് എല്ലാം ഉണ്ട് നമ്മുടെ ഇലക്ട്രോണിക് സീറ്റും കാര്യങ്ങളൊക്കെയാണ് വന്നേക്കുന്നത്. അതുപോലെ തന്നെ ഇങ്ങോട്ടൊക്കെ വരുമ്പോഴത്തേക്ക് നമ്മുടെ സ്റ്റിയറിംഗ് ആ ഒരു സെക്ഷനൊക്കെ നോക്കി നമ്മൾ ഇപ്പോഴെന്ന് പറഞ്ഞാൽ കേസ് ഇതൊക്കെ എല്ലാം അപ്ഡേറ്റ് ആയി വരുന്നുണ്ട്. പക്ഷേ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ 2011 ആ ഒരു സമയത്ത് BMW ഈ വണ്ടി എങ്ങനെ ഡിസൈൻ ചെയ്തേക്കുന്നതെന്നുള്ളത് നമ്മൾ ഇപ്പോൾ നോക്കുമ്പോഴാണ് നമുക്ക് ശരിക്കും BMW അതാണ് കേസ്, അതാണ് BMW. എനിക്ക് ഈ ബ്രാൻഡ് എന്ന് പറഞ്ഞാൽ ഭയങ്കര ഇഷ്ടമാണ്. ഈ ഒരു BMW ഏതാണ്ട ഇവിടെയൊക്കെ നോക്കി അത്യാവശ്യം സ്റ്റോറേജും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ സൺറൂഫ് ഉണ്ട്. ഇതെല്ലാം എന്താണ്ട എല്ലാം ഇലക്ട്രിക് ആണ് കേസ്. ഒന്നും നമ്മൾ കൈവച്ച് പിടിച്ച് പൊക്കിയെന്നൊക്കെയൊന്നും വേണ്ട. നമ്മുടെ വണ്ടിയുടെ റിമോട്ടൊക്കെ എങ്ങനെയാണ് ജസ്റ്റ് ഞാൻ അതിൻ്റെ കിലോമീറ്റർ നിങ്ങൾക്കൊന്ന് കാണിച്ചു തരാം. നമ്മുടെ സ്റ്റിയറിംഗ് ഒക്കെ താഴോട്ട് നോക്കി, അതാണ് നമ്മുടെ കിലോമീറ്റർ എന്ന് പറഞ്ഞാൽ 1,38,038 കിലോമീറ്റർ കഴിഞ്ഞിട്ടുണ്ട്. ഞാൻ ജസ്റ്റ് അതാണ് കിലോമീറ്ററും കാര്യങ്ങളൊന്നും നമ്മൾ മറിച്ചിട്ടും കാര്യങ്ങളൊന്നുമില്ല, പ്രോപ്പർ കിലോമീറ്റർ തന്നെയാണ് നിങ്ങൾ കാണിച്ചേക്കുന്നത്. ഞാൻ പറഞ്ഞു ഇത് പ്രോപ്പർ സർവീസ് ഹിസ്റ്ററി ഉണ്ട് ഈ വണ്ടിക്ക്. പിന്നെ നമ്മുടെ ഇവിടെ കണ്ട ആ ഒരു എന്താ പറയുക മിററും കാര്യങ്ങളൊക്കെ ഡ്രൈവർ സൈഡിലും വരുന്നുണ്ട്. ഈ ഒരു ഇതൊക്കെ നോക്കി നമുക്ക് ഈ വണ്ടി വേണമെന്നുണ്ടെങ്കിൽ മാനുവൽ രീതിക്ക് നമുക്ക് വണ്ടി ഓടിക്കാം. എന്താണ് പറയേണ്ടത് കേസ്, നമ്മൾ ആ 2011 ആ ഒരു സമയത്തൊക്കെ BMW ഇങ്ങനൊരു വണ്ടി അവരെന്താണ് ഡിസൈൻ ചെയ്തേക്കുന്നതൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ കിടിലൊരു കാര്യമല്ലേ. വേണ്ട ആ ഒരു ഡോറിലേക്ക് ആ ഒരു ക്രോം എഫക്റ്റും കാര്യങ്ങളൊക്കെ നോക്കി വണ്ടി കിടിലും. പിന്നെ നമ്മുടെ മിററിൽ ഇൻഡിക്കേറ്ററും കാര്യങ്ങളൊന്നും ഇല്ല, ബട്ട് ഡെഫിനറ്റ്ലി നമുക്ക് വേണ്ട ഒരു ഓട്ടോ ഫോൾഡ് ഫെസിലിറ്റിയും കാര്യങ്ങളൊക്കെ വേണ്ട ഇപ്പോഴും വരുന്നുണ്ട്. അന്ന് കാണിച്ചു നമുക്ക് മിററിൽ ഓട്ടോ ഫോൾഡ് എല്ലാം വരുന്നുണ്ട്, പക്ഷേ അതിൻ്റെ ഇൻഡിക്കേറ്റേഴ്സും കാര്യങ്ങളൊന്നും ഇല്ല. അപ്പം എന്താണ് പറയേണ്ടത്, ആ ഒരു സമയത്ത് പോലും അവർ കുറച്ചും കൂടെ പ്രാക്ടിക്കലായിട്ടും ഫ്യൂച്ചറിസ്റ്റിക്കുമായിട്ട് ചിന്തിച്ചൊക്കെ ഇറക്കിയേക്കുന്ന ഒരു വണ്ടിയാണിത്. പിന്നെ വണ്ടിയിൽ അങ്ങനെ പ്രത്യേകിച്ച് ഡെൻറ്റോ കാര്യങ്ങളോ ഒന്നുമില്ല കണ്ടോ. ഞാൻ ജസ്റ്റ് ഒരു വാക്ക് അറൗണ്ട് കാണിച്ചു തരാം. വണ്ടി അത്യാവശ്യം നല്ല നീറ്റ് ആൻഡ് ക്ലീൻ കണ്ടീഷനിലാണ് കിടക്കുന്നത് കണ്ടോ. പ്രത്യേകിച്ച് സ്ക്രാച്ചസോ കാര്യങ്ങളോ തട്ടലോ മുട്ടലോ അങ്ങനെ ഒന്നുമില്ല. മേജർ റീപ്ലേസ് കാര്യങ്ങളൊന്നും ഈ ഒരു വണ്ടിക്ക് വന്നിട്ടില്ല. ഈ ഒരു BMW 5 സീരീസ് വാങ്ങാൻ താല്പര്യമുള്ളവർ താഴെ കൊടുത്തേക്കുന്ന നമ്പറിലൊന്ന് കോൺടാക്ട് ചെയ്യുക. നമ്മളിപ്പം 13.5 നമ്മളിതിൻ്റെ പ്രൈസ് ഇട്ടേക്കുന്നത്. നിങ്ങളെന്തായാലും
വിളിച്ച് സംസാരിക്കുമ്പോഴത്തേക്ക് നമ്മുടെ കാർ ട്രേഡിൽ നിന്ന് ആരെങ്കിലും ഒരാൾ നിങ്ങളുടെ കോൾ അറ്റൻഡ് ചെയ്യുന്നതായിരിക്കും. അവർ നിങ്ങൾക്ക് ബാക്കി ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് അവർക്ക് കണക്ട് ചെയ്ത് തരുന്നതാണ്. പിന്നെ എന്താണ് പറയേണ്ടത്, ഒരു ലക്ഷറി കാറിലേക്ക് കാല് വെക്കുന്നവർ ഡെഫിനറ്റ്ലി ഈ ഒരു ഓപ്ഷൻ നോക്കുക. പിന്നെ എനിക്ക് വേറൊരു കാര്യം എല്ലായിടത്തും എടുത്ത് പറയാനുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇപ്പോൾ 5 സീരീസ് ഒരു 13-14 ലക്ഷത്തിനൊക്കെ നമുക്ക് കിട്ടാറുണ്ട്. പക്ഷേ ഈ 5 സീരീസ് പെട്ടെന്ന് ഒരു നോർമൽ ഒരാൾ പോയി ഈ 5 സീരീസ് ഒന്നും വാങ്ങാൻ നിൽക്കരുത്. കാര്യം എന്താണെന്ന് വെച്ചാൽ നിങ്ങൾക്ക് പണി കിട്ടാൻ പോകുന്ന സ്ഥലം എന്ന് പറഞ്ഞാൽ ഈ വണ്ടിയുടെ മെയിൻ്റനൻസ് കോസ്റ്റിലാണ്. 5 സീരീസ് എന്ന് പറയുമ്പോൾ തന്നെ നമുക്കറിയാം അത്യാവശ്യം നല്ല രീതിയിൽ BMW എന്താണ് പറയുന്നത്, ഒരു ഓൾമോസ്റ്റ് ഒരു നല്ല രീതിയിൽ റേഞ്ചിൽ നിൽക്കുന്ന ഒരു വണ്ടിയാണ് ഈ 5 സീരീസ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ. അപ്പോൾ 5 സീരീസിൻ്റെ ഒരു നോർമൽ സർവീസും കാര്യങ്ങളൊക്കെ നിങ്ങൾ പ്രോപ്പറായിട്ട് ചെക്ക് ചെയ്തിട്ട് നിങ്ങൾക്ക് ആ ഒരു സർവീസ് കോസ്റ്റൊക്കെ നിങ്ങളെ കൊണ്ട് താങ്ങാൻ പറ്റുമെന്നുണ്ടെങ്കിൽ മാത്രം ഇതുപോലൊരു ബ്രാൻഡിലേക്കും ഇതുപോലൊരു വണ്ടിയിലേക്കും കയറാൻ നോക്കുക. അല്ലെങ്കിൽ നിങ്ങളുടെ ലിമിറ്റിൽ നിൽക്കുന്ന ഒരു പ്രീമിയം വണ്ടിയിലേക്ക് നോക്കുക. കാരണം ഒരുപാട് ആൾക്കാരും ഇതുപോലുള്ള വണ്ടികൾ എടുത്തിട്ട് അത് വീണ്ടും സെയിൽ ചെയ്യാനുള്ളൊരു കാര്യം ഇതിൻ്റെയൊക്കെ സർവീസ് കോസ്റ്റും കാര്യങ്ങളാണ്. ഒബ്വിയസ്ലി നമുക്കിപ്പോൾ പുറത്ത് കൊടുത്ത് സർവീസും കാര്യങ്ങളൊക്കെ ചെയ്യാം, അതും അങ്ങനെ ഒരു ഓപ്ഷൻ ഉണ്ട്. എന്തായാലും ജസ്റ്റ് ഞാൻ മെൻഷൻ ചെയ്തതേ ഉള്ളൂ. നമ്മുടെ കാർ ബൈക്ക് മോഡിഫിക്കേഷൻ റിലേറ്റ് ചെയ്ത് ഒരുപാട് വീഡിയോസ് നമ്മുടെ ചാനലിൽ വരുന്നുണ്ട്. ലൈക്ക് നമ്മൾ പൊട്ടിക്കാൻ വേണ്ടിയിട്ട് ഒരുപാട് സാധനങ്ങൾ വെച്ചിട്ടുണ്ട് കേസ് ഇനി വരാൻ പോകുന്ന ദിവസങ്ങളിൽ. സോ അതിനൊക്കെയായിട്ട് സ്റ്റേ ട്യൂൺ. അപ്പോൾ എനിക്ക് ഇത്ര മാത്രമേ പറയുള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ ഒരു വീഡിയോ ആയിട്ട് കാണുന്നത്. ബൈ ഗൈസ്.